ഇതെങ്ങനെ സംഭവിച്ചു? അതിനുത്തരവും ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ ജീപ്പുമായി അവിടെ വന്നു. ജീപ്പിൽ നിന്നിറങ്ങി അയാൾ രഘുരാമൻ നായരെ വിളിച്ചു. റൈറ്റർ, ഇങ്ങ് വരൂ. അയാൾ ഉണ്ണികൃഷ്ണന്റെ അടുത്തേക്ക് ചെന്നു. ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ജോലിക്ക് വന്നത്? ആരും പറഞ്ഞിട്ടല്ല, ഞാൻ തനിയെ വന്നതാണ്. കൊള്ളാം, വളരെ നല്ലത്. തൊഴിലാളികൾ രണ്ടുപേരെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ രഘുരാമൻ നായരെക്കാളും വലിയ ആളാണെന്ന് മാത്രം അവർക്ക് മനസ്സിലായി. ചിലപ്പോൾ എസ്റ്റേറ്റിൽ ഏറ്റവും വലിയ മാനേജർമാരെ നിയമിച്ചു കാണും. മിസ്റ്റർ നായർ, വടക്കേ ലൈൻ കെട്ടിടത്തിനുള്ള ആ ബംഗ്ലാവ് വൃത്തിയാക്കണം. എനിക്ക് താമസിക്കാനാണ്. ഫർണിച്ചറൊക്കെ അതിനകത്തുണ്ടെന്ന് തോന്നുന്നു. ഉച്ച കഴിഞ്ഞ് ഞാൻ അതിലേ വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ അതിനു വേണ്ടി പൊയ്ക്കോ. ഫാക്ടറിയിൽ നിന്ന് 4-5 പേരെ വിളിക്കുന്നതിൽ തെറ്റില്ല. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. എന്ന് പറഞ്ഞാൽ? ഉണ്ണി പറഞ്ഞെന്ന് പറയൂ. ശരി. അയാൾ ഉടൻ തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്തു. പറഞ്ഞതുപോലെ ഉച്ച കഴിഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ ബംഗ്ലാവിലെത്തി. എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. കേട്ടോ മിസ്റ്റർ നായർ, ബംഗ്ലാവിന് മുമ്പിലുള്ള ഈ തോട്ടമൊക്കെ വൃത്തിയാക്കണം. അതിനു പറ്റിയ ആരെങ്കിലും വേണം. ആരെയാ വേണ്ടത്? ആരായാലും വേണ്ടില്ല. ആൾ നല്ല മിടുക്കനായിരിക്കണം. ശരി. അയാൾ പോയി. ഉണ്ണികൃഷ്ണന് ആ ബംഗ്ലാവ് ഇഷ്ടപ്പെട്ടു. ചെറുപ്പത്തിൽ അവിടെ വന്നപ്പോൾ അവിടെ താമസിച്ചിരുന്നത് ഒരു ആംഗ്ലോ ഇന്ത്യനായിരുന്നു. അയാളായിരുന്നു എസ്റ്റേറ്റ് മാനേജർ. അന്ന് രാത്രി തന്നെ ആ ബംഗ്ലാവിൽ താമസിക്കാൻ ഉണ്ണികൃഷ്ണൻ തീരുമാനിച്ചു. കേട്ടോ അമ്മായി, ഞാൻ ആ പഴയ ബംഗ്ലാവിലേക്ക് മാറുകയാണ്, അയാൾ പറഞ്ഞു. നല്ല കാര്യമായി. നിനക്കെന്താ ഇവിടെ സ്ഥലമില്ലെന്നുണ്ടോ? അതല്ല, നമ്മൾ ഒന്നിച്ച് താമസിച്ചാൽ ശരിയാവില്ല. നാൾ പൊരുത്തമില്ലെന്നാ തോന്നുന്നത്. നിന്റെ സ്വാതന്ത്ര്യത്തിന് ഇവിടെ കുറവൊന്നുമില്ലല്ലോ. പിന്നെന്താ? തനിച്ച് താമസിക്കുന്നതാണ് എനിക്കിഷ്ടം. അന്ന് വൈകുന്നേരം ഉണ്ണികൃഷ്ണൻ ടൗണിൽ പോയി. വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടാണ് അയാൾ വന്നത്. അന്ന് രാത്രി ജഗദമ്മയുടെ വീട്ടിൽ അയാൾ ആഹാരം കഴിക്കാൻ പോയില്ല. അടുത്ത ദിവസം അയാൾ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ പൊന്നി കൊളുന്തെടുക്കാൻ പോകുന്നത് കണ്ടു. എടി പെണ്ണേ, ഇങ്ങ് വന്നേ, അയാൾ വിളിച്ചു. അവൾ ഭയന്നുപോയി. നിനക്ക് കാപ്പിയിടാൻ അറിയാമോ? അത് കേട്ടപ്പോൾ അവൾക്ക് ചിരി പൊട്ടിപ്പോയി. 20 വയസ്സ് പ്രായമുള്ള ഒരു പെണ്ണിനോട് കാപ്പിയിടാൻ അറിയാമോ എന്ന് ചോദിച്ചാൽ ചിരിക്കാതെ എന്തു ചെയ്യും? പൊന്നി ചിരിക്കുന്നത് കണ്ടപ്പോൾ ഉണ്ണികൃഷ്ണന് രസം തോന്നി. എത്ര ഭംഗിയായിട്ടാണ് അവൾ ചിരിക്കുന്നത്. ഇപ്പോൾ അവളെ കണ്ടാൽ കല്യാണം കഴിച്ചിട്ടുള്ളവളാണെന്ന് ആരും പറയില്ല. ബ്ലൗസും പാവാടയും ഹാഫ് സാരിയുമാണ് അവളുടെ വേഷം. അകത്ത് കയറി ചായ ഉണ്ടാക്കിക്കൊള്ളൂ. ചായപ്പൊടിയും പഞ്ചസാരയും പാലും അവിടെ ഇരിപ്പുണ്ട്, ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അവൾ അടുക്കളയിൽ കയറി. ഇതിനു മുമ്പ് അവൾ 1 മാസം ടീ മേക്കറുടെ വീട്ടിൽ വേലയ്ക്ക് നിന്നിരുന്നു. അത് കല്യാണത്തിന് മുമ്പായിരുന്നു. ടീ മേക്കറുടെ ഭാര്യയ്ക്ക് അവളെ വലിയ ഇഷ്ടമായിരുന്നു. അതേ പ്രായത്തിൽ അവർക്കും ഒരു മകളുണ്ടായിരുന്നു. ചോറും കറിയും വയ്ക്കാൻ അവർ അവളെ പഠിപ്പിച്ചു. പച്ചക്കറികൾ കൂടാതെ ഇറച്ചിയും മീനും കറി വയ്ക്കാനും അവൾ അവിടെ നിന്നും പഠിച്ചു. സാധാരണ നിലയിൽ ഒരു വീട്ടമ്മയ്ക്ക് അറിയാവുന്ന അടുക്കള ജോലികൾ എല്ലാം തന്നെ അവൾക്ക് നിശ്ചയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ ചായ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് ചിരി വന്നത്. ആവി പറക്കുന്ന പാൽച്ചായ അവൾ അയാളുടെ മുന്നിൽ കൊണ്ടുവച്ചു. ചൂട് ചായ ഊതി കുടിക്കുമ്പോൾ അയാൾ അവളെ നോക്കി. എത്ര നല്ല ചായ, അയാൾ അറിയാതെ പറഞ്ഞുപോയി. പാലും പഞ്ചസാരയും തേയിലയും വളരെ കൃത്യമായി ചേർത്തിരിക്കുന്നു. രുചി കൊണ്ട് കപ്പ് ചുണ്ടിൽ നിന്ന് പറയുന്നില്ല. ചായ കുടിച്ചു കഴിഞ്ഞ് ഉണ്ണികൃഷ്ണൻ മുറ്റത്തിറങ്ങി. ആ വീടിന് ചുറ്റും ചുവരോട് ചേർന്ന് പലതരത്തിലുള്ള ഡാലിയ ചെടികൾ വച്ചു പിടിപ്പിച്ചിരിക്കുന്നു. പക്ഷേ ആൾതാമസമില്ലാതിരുന്നതുകൊണ്ട് പുല്ലും കാടും കയറി അവയെല്ലാം മുരടിച്ചു പോയിരുന്നു. അവിടെ എവിടെയായി ശുഷ്കിച്ച പൂക്കൾ നിന്നിരുന്നു. നീ ഇങ്ങ് ഇറങ്ങി വന്നേ, നിനക്ക് ഞാനൊരു പണി തരാം, അയാൾ അവളെ വിളിച്ചു. ഇത് കണ്ടോ ഈ മുറ്റത്ത് ചെടികൾ നിൽക്കുന്നത്? നോക്കാൻ ആളില്ലാതെ ഇതെല്ലാം ഇങ്ങനെയായി. ഇതിന്റെ ചുവട്ടിലുള്ള പുല്ലെല്ലാം പറിച്ച് ഒക്കെ ഒന്ന് വൃത്തിയാക്കണം. അതുപോലെ മതിലിന്റെ അരികിലും കുറെ ചെടികൾ വച്ച് പിടിപ്പിക്കണം. ഫാക്ടറിയിൽ നിന്ന് ഡാലിയയുടെ കുറെ കിഴങ്ങുകളും വളമായി കുറെ തേയില ചണ്ടികളും കൊടുത്തുവിടാം. കൊളുന്തെടുത്ത് കഴിഞ്ഞ് വന്നാൽ മതി. ഇതിനുള്ള കാശ് ഞാൻ വേറെ തരാം. എന്തു പറയുന്നു? സാറ് പറയുന്നത് പോലെ. എന്നാ തുടങ്ങിക്കോളൂ. അവൾ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഉണ്ണികൃഷ്ണൻ ജീപ്പെടുത്ത് പുറത്തേക്ക് പോയി. അവൾ ചെടികളുടെ ചുവട്ടിലുള്ള പുല്ല് പറിച്ചുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വിമല അവിടെ വന്നു. നിന്നെ ഇപ്പൊ കാണുന്നില്ലല്ലോ പെണ്ണേ, അവൾ പൊന്നിയോട് ചോദിച്ചു. ഞാനിപ്പോ പണിക്ക് പോകുന്നുണ്ട്. അതിനെന്താ? അതിനിടയ്ക്ക് അവിടെ വന്ന് വല്ല ജോലിയും ചെയ്തുകൂടെ? അവിടെ ഇപ്പം വേലക്കാരാരുമില്ല. അതിന് സാറ് എന്നോട് ഇവിടെ വന്ന് ഈ പണിയൊക്കെ ചെയ്യാൻ പറഞ്ഞു. ഏത് സാറ്? പുതുതായി വന്ന ആ സാറ്. അത് ആരാണെന്ന് നിനക്കറിയാമോ?
എനിക്ക് അറിഞ്ഞുകൂടാ, ഇവിടുത്തെ മാനേജറാണെന്ന് മാത്രം അറിയാം. എന്നാൽ അത് എൻ്റെ അമ്മാവൻ്റെ മകനാ, എൻ്റെ മുറിച്ചെറുക്കൻ. മനസ്സിലായോ? അതിന് ഞാനെന്ത് വേണം? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, കുഞ്ഞി പറഞ്ഞു. വല്ലവരുമാണെന്ന് വിചാരിച്ച് നീ അങ്ങോട്ട് കയറി വിളയാനൊന്നും നോക്കണ്ട കേട്ടോ. ഞാനെന്ത് ചെയ്തെന്നാ കുഞ്ഞു പറയുന്നത്? നിന്നെ ഈ എസ്റ്റേറ്റിൽ എല്ലാവരും അറിയും. രണ്ടുപേരുടെ കൂടെ നീ പുറത്തതല്ലേ? അവരെയും കൊന്നു, നിന്റെ അച്ഛനെയും കൊന്നു. അത് കേട്ടപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന പണി അവസാനിപ്പിച്ച് അവൾ എണീറ്റു. നീ കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്താൻ നോക്കിയാ അല്ലേ? നിന്റെ വെളിച്ചനൊന്നും ഇവിടെ വേണ്ട. പൊന്നി അവിടെ നിന്ന് സാവധാനം നടന്ന് ഗേറ്റ് തുറന്ന് എസ്റ്റേറ്റ് റോഡിലൂടെ നടന്നുപോയി. വിമല അകത്ത് കയറി ടീപ്പോയിൽ കിടന്ന സിനിമാ മാസികകൾ മറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. പുറത്ത് ജീപ്പ് വന്ന് നിന്നപ്പോൾ അവൾ തല ഉയർത്തി നോക്കി. അത് ഉണ്ണികൃഷ്ണനായിരുന്നു. അയാൾ നോക്കിയപ്പോൾ പൊന്നിയെ അവിടെ കണ്ടില്ല. അവൾ അടുക്കളയിൽ കാണുമെന്ന് കരുതി അകത്തേക്ക് കയറിയപ്പോൾ വിമല അവിടെ ഇരിക്കുന്നത് കണ്ടു. പൊന്നി എവിടെ? നീ കണ്ടോ? അയാൾ വിമലയോട് ചോദിച്ചു. കണ്ടു, പറഞ്ഞയച്ചു. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. നിന്നോട് ആര് പറഞ്ഞു അവളെ പറഞ്ഞയക്കാൻ? എനിക്ക് അങ്ങനെ തോന്നി. അവളൊക്കെ ഇവിടെ നിൽക്കുന്നത് കണ്ട ഞങ്ങൾക്ക് ഓർച്ചിൽ. ഞങ്ങൾക്കെന്ന് പറഞ്ഞ എനിക്കും അമ്മയ്ക്കും. അങ്ങനെയാണോ? എനിക്ക് കുറച്ചിലൊന്നും തോന്നുന്നില്ലെങ്കിലോ? ഏട്ടൻ എന്നല്ലേ ഇവിടെ വരുന്നത്? അതിന് നമ്മൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് ആർക്കും ഇവിടെ അറിഞ്ഞുകൂടല്ലോ. മറ്റാർക്കും അറിഞ്ഞുകൂടെങ്കിലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ആ നിലയ്ക്കല്ലല്ലോ നിങ്ങളുടെ പെരുമാറ്റം. ഏട്ടന് ആവശ്യമില്ലാത്തത് പറയരുത്. വിമലെ, നീ കൂടുതലൊന്നും സംസാരിക്കരുത്. എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ അറിയാം. ഒരു പ്രത്യേക പ്രിൻസിപ്പിളിൽ ജീവിക്കുന്നവനാ ഞാൻ. ചിലപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലെന്ന് വരും. കണ്ടത്തെ എവിഡിശലുമായി ജീവിക്കുന്നതാണോ പ്രിൻസിപ്പൽ? എനിക്കെന്നല്ലേ പറഞ്ഞത്? ഉണ്ണികൃഷ്ണൻ ദേഷ്യത്തിൽ പറഞ്ഞു. അവൾ എഴുന്നേറ്റുപോയി. ഇനി മേലാൽ ഇവിടെ വരരുത്. എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ അങ്ങോട്ട് വരാം. എൻ്റെ കാര്യത്തിൽ തലയിടരുന്നെന്ന് നിന്റെ അമ്മയോടും പറഞ്ഞേക്ക്. പരിഭവത്തോടെ വിമല അവിടെ നിന്ന് പോയി. പിറ്റേ ദിവസം വൈകുന്നേരം പൊന്നിയെ കണ്ടില്ല. അവൾ തൻ്റെ തോട്ടം നന്നാക്കാൻ വന്നതുമില്ല. കങ്കാണി ഗോവിന്ദൻ നായരെ വിളിച്ച് അയാൾ വിവരം അന്വേഷിച്ചു. കട്ടമ്മോളുടെ വീട്ടിലുണ്ടെന്ന് അയാൾ പറഞ്ഞു. അടുത്ത നാൾ രാവിലെ കൊളുന്തുന്നുള്ളുന്ന സ്ഥലത്ത് അവളെ അയാൾ കണ്ടു. പെണ്ണെ, ഇവിടെ വാ. ഉണ്ണികൃഷ്ണൻ അവളെ വിളിച്ചു. അവൾ അയാളുടെ അടുത്തേക്ക് ചെന്നു. നീ എന്താ ഇന്നലെ വരാഞ്ഞത്? വിമലക്കുഞ്ഞ് വഴക്ക് പറഞ്ഞു. പിന്നെ ഞാൻ അമ്പലത്തിലും പോയി. അവൾ തലതാഴ്ത്തി നിന്ന് പറഞ്ഞു. ഇന്ന് നീ വരണം, ഞാൻ കാത്തിരിക്കും. എനിക്ക് പേടിയാ. കൊച്ചമ്മ ജോലിന്ന് പറഞ്ഞു വിടും. നിനക്ക് ജോലി തന്നത് ഞാനാ. എടുക്കാനും പറഞ്ഞു വിടാനും അവകാശമുള്ളത് എനിക്കാ, മറ്റാർക്കുമല്ല. ജോലി ചെയ്തുകൊണ്ടിരുന്നവർ അവരുടെ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു. ഞാനിവിടെ കാണും എന്ന് പറഞ്ഞതിന് ശേഷം ഉണ്ണികൃഷ്ണൻ അവിടെ നിന്ന് പോയി. നീ ഇന്നലെ എവിടെ പോയെന്നാ പറഞ്ഞത്? അയാൾ ചോദിച്ചു. ഇന്നലെ 1-ാം തീയതി അല്ലായിരുന്നോ? ഞാൻ അമ്പലത്തിൽ പോയി. എവിടെയാണ് അമ്പലം? കിഴക്കേ മലയുടെ മുകളിലാണ്. ഏത് മലയുടെ? അർജുനൻ മലയുടെ. നീ തനിച്ചാണോ പോയത്? കണ്ണമാളും ഉണ്ടായിരുന്നു. ആരാടാ അവിടുത്തെ ദേവി? തപസ് ചെയ്യുന്ന പാർവതി ദേവി. എങ്കിൽ എനിക്ക് ആ അമ്പലം ഒന്ന് കാണണം. സാറ് ആ കുന്നൊന്നും കയറില്ല. ഞങ്ങൾക്കൊക്കെ പരിചയമാ. പഴക്കമുള്ള ക്ഷേത്രമാണോ? അതെ, മലവർഗക്കാരുടെ ക്ഷേത്രമാണ്. അവിടുത്തെ ദേവിയെ പൂജിച്ച എന്താ കിട്ടുക? അയാൾ തിരക്കി. ശിവനെ ഭർത്താവായി ലഭിക്കാൻ പാർവതി തപസ് ചെയ്തത് അർജുനൻ മലയിലാണെന്ന മലവർഗക്കാർ പറയുന്നത്. പ്രതിഷ്ഠ തനിയെ ഉണ്ടായതാണത്രേ. അതിന് നീ എവിടെ പോകുന്നത്? പ്രാർത്ഥിക്കാൻ. പാർവതി പ്രാർത്ഥിച്ചത് ശിവനെ കിട്ടാനല്ലേ? നിനക്ക് ആരെ കിട്ടാനാണ്? അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാനും ആ ശിവന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോ മറ്റാരും വരില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ക്ഷേത്രം ഒന്ന് കാണണം. നമുക്ക് എന്നാണ് അവിടെ ഒന്ന് പോവുക? എപ്പോൾ വേണമെങ്കിലും പോവാം. അധികം ആളില്ലാത്ത ദിവസം വേണം പോകാൻ. എനിക്കവിടെയെല്ലാം കാണണം. കുറേ ഫോട്ടോയും എടുക്കണം. 1-ാം തീയതി മാത്രമേ അവിടെ ആളുണ്ടാവുകയുള്ളൂ. അല്ലാത്ത ദിവസം ആരും ഉണ്ടാവില്ല. എങ്കിൽ നാളെ തന്നെ 4 മണിക്കെങ്കിലും പോകണം. എങ്കിലേ സന്ധ്യയ്ക്ക് മുമ്പ് തിരിച്ചെത്താൻ പറ്റൂ. ഇരുളായ വിഷമമാണ്. സന്ധ്യയായപ്പോൾ അവൾ പോയി. രാത്രി 8 മണി കഴിഞ്ഞപ്പോൾ ജഗദമ്മായി അവിടെ വന്നു. അവരുടെ കൈവശം ആഹാരവും ഉണ്ടായിരുന്നു. നീ എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്തത്? സ്വന്തമായി വെച്ച് കഴിക്കുകയാണോ? അതെ അതെ, സെൽഫ് കുക്കിംഗ് ആണ്. ഇവിടെ ആ പെണ്ണ് വരുന്നുണ്ടെന്ന് കേട്ടല്ലോ. അവളെ തോട്ടപ്പണിക്ക് വിളിച്ചതാ. എനിക്ക് പണ്ടേ പൂക്കൾ ഇഷ്ടമാണ്. ഞാൻ വന്നത് നിനക്ക് കുറച്ച് ഇറച്ചിക്കറിയുമായിട്ടാണ്. 1-ാം തരം കേഴാടിൻ്റെ ഇറച്ചി. ചോറ് ഞാൻ വിളമ്പിത്തരാം, നീ കഴിച്ചോളൂ. അമ്മായി അടുക്കളയിലേക്ക് നീങ്ങി. നീ എന്താ ഇങ്ങോട്ട് താമസം മാറ്റിയത്? ജഗദമ്മായി ഉണ്ണികൃഷ്ണനോട് ചോദിച്ചു.
പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് മറ്റാരെയും ഉപദ്രവിക്കാതെ കഴിയാനാണ് ഇഷ്ടം. അയാൾ പറഞ്ഞു. ചേട്ടൻ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും? അച്ഛൻ അക്കാര്യത്തിൽ വിഷമമൊന്നും തോന്നുകയില്ല. ഒരു കാലത്ത് അച്ഛനും തനിച്ച് ജീവിച്ച ആളാണല്ലോ. എന്നാലും അന്യനെ പോലെ നീ ഇവിടെ കഴിയുന്നത് ശരിയല്ല. ഒരു കുടുംബജീവിതം നയിക്കാനല്ല ഞാനിവിടെ വന്നത്. അതാവാമെങ്കിൽ വീട്ടിൽ താമസിച്ചാൽ മതിയല്ലോ. പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത്? ഇപ്പോൾ ചോദിച്ചാൽ വെറുതെയാണെന്ന് പറയും. ജഗദമ്മമായി ആലോചിച്ച് നോക്കിയപ്പോൾ ഉണ്ണികൃഷ്ണനോട് കൂടുതൽ അതേക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലായി. അപ്പോൾ നീ തനിച്ച് താമസിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? മിക്കവാറും. വിമലയെ സഹായത്തിന് അയച്ചാലോ? വേണ്ട, അമ്മായി അവൾ അങ്ങനെയല്ലല്ലോ വളർത്തുന്നത്. അതുകൊണ്ട് അവൾ അവിടെ തന്നെ ജീവിക്കുന്നതാണ് നല്ലത്. ഉണ്ണികൃഷ്ണനോട് കൂടുതൽ സംസാരിച്ചിട്ട് പ്രയോജനമില്ലെന്ന് കരുതി അവർ പുറത്തേക്കിറങ്ങി. ഞാൻ കൂടെ വരണോ? വേണ്ട, ഞാൻ തനിച്ച് പോയിക്കോളാം. അവർ തനിയെ കാറോടിച്ചു പോയി. അമ്മായി കൊണ്ടുവന്ന ഇറച്ചിക്കറി കൂട്ടണമോ വേണ്ടയോ എന്ന് അയാൾ അല്പസമയം ചിന്തിച്ചു. അമ്മായി അങ്ങനെ കൊണ്ടുവന്നതിൽ അയാൾക്ക് എന്തോ പന്തികേട് തോന്നാതിരുന്നില്ല. അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ പൊന്നി വന്നു. കുന്നിൻമുകളിലെ ക്ഷേത്രം കാണിക്കാമെന്ന് അവൾ പറഞ്ഞിരുന്നത് അയാൾ ഓർമ്മിച്ചു. നീ കൃത്യസമയത്ത് എത്തിയല്ലോ, അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇന്ന് വെളുത്തപ്പോൾ മുതൽ ഞാൻ അത് ഓർത്തിരിക്കുകയായിരുന്നു. എങ്കിൽ പോയിക്കളാം. അയാൾ ഒരു പാക്കറ്റ് സിഗരറ്റും തീപ്പെട്ടിയും കയ്യിലെടുത്തു. ക്യാമറ തോളിൽ തൂക്കി. എങ്ങനെയാ വേണ്ടത്? ഇവിടെ മുതൽ നടക്കണോ അതോ കുന്നിൻ ചെരുവിന് താഴെ എത്തിയിട്ട് കയറണമോ? സാറിന് നടക്കാൻ വയ്യെങ്കിൽ വണ്ടിയിൽ പോന്നോളൂ. ഞാൻ കുറുക്ക് വഴി അവിടെ എത്താം. അതെന്താ, നീ വണ്ടിയിൽ കയറിയാ വണ്ടി ഓടില്ലേ? അയ്യോ അത് വേണ്ട, ആരെങ്കിലും കണ്ടാ. നിനക്കറിഞ്ഞൂടെ എനിക്ക് ആരെയും പേടിയില്ലെന്ന്. കയറിക്കൊള്ളൂ, അയാൾ വാതിൽ പൂട്ടുന്നതിനിടയിൽ പറഞ്ഞു. അവൾ മടിച്ചു നിന്നു. ഒടുവിൽ നിർബന്ധിച്ചപ്പോൾ ജീപ്പിന്റെ പിന്നിൽ കയറിയിരുന്നു. ജീപ്പ് മലയുടെ അടിവാരത്തിൽ ചെന്നു നിന്നു. വളരെ മനോഹരമായ ഒരു പ്രദേശമായിരുന്നു അത്. മുകളിലേക്ക് പൊങ്ങിയും താണും പോകുന്ന പച്ച പുൽമേടുകൾ. വെട്ടി നിർത്തിയതുപോലെ പച്ച പുല്ലുകൾ അമർന്നു കിടക്കുന്ന മലയുടെ മാറിൽ കൂടിയുള്ള ഒറ്റയടി പാതയിലൂടെ അവർ നടന്നു. അല്പം മുന്നോട്ട് നടന്നപ്പോൾ പുൽക്കൊടിത്തുമ്പുകളിൽ വിരിഞ്ഞു നിൽക്കുന്ന മഞ്ഞപ്പൂക്കൾ കുങ്കുമപ്പൊടി വാരി വിതറിയതുപോലെ കിടക്കുന്നു. പടിഞ്ഞാറൻ വെയിൽ മലമടക്കുകളിൽ നിഴലുകളുടെ ഓളങ്ങൾ സൃഷ്ടിക്കുന്നു. ഒരു നിരപ്പിലെത്തിയപ്പോൾ അവിടെവിടായി കീറിയെടുത്ത കരിങ്കൽ പാളികൾ ശവക്കലറുകൾ പോലെ അടുക്കി വെച്ചിരിക്കുന്നത് അയാൾ കണ്ടു. എന്താണിത്? ഉണ്ണികൃഷ്ണൻ പൊന്നിയോട് ചോദിച്ചു. മുനിയറ എന്ന് പറയും. ഇത് എന്തിനുള്ളതാണ്? പലതരത്തിൽ പറയാറുണ്ട്. കല്ലറകളൊന്നും അതല്ല, പണ്ട് ഈ നാടിനെ കാത്തു സൂക്ഷിച്ച പടയാളികൾ കാവലിരിക്കുന്ന സ്ഥലമാണെന്നും. തറനിരപ്പിൽ നിന്നും താഴെ ഇരുവശവും കരിങ്കൽ പാളികൾ വച്ച് അടിയിലും കരിങ്കൽ പാളി മുകളിൽ അടപ്പ് പോലെ കീറിയെടുത്ത പലക പോലുള്ള കരിങ്കല്ലുകൊണ്ട് അടച്ചു വെച്ച ആ അറ ഒരു കല്ലറ പോലെ തോന്നിക്കും. ഇതൊക്കെ എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ, പൊന്നി പറഞ്ഞു. ഏതായാലും ഒരു വലിയ മനുഷ്യപ്രയത്നം അതിൻ്റെ പിന്നിലുണ്ട്, ഉണ്ണികൃഷ്ണൻ അത്ഭുതത്തോടെ പറഞ്ഞു. ആ പ്രദേശം മുഴുവൻ മുനിയറകളായിരുന്നു. അവിടെ നിന്നും മലയുടെ മുകളിലേക്ക് പാറ അരിഞ്ഞുണ്ടാക്കിയ പടിക്കെട്ടുകൾ കണ്ടു. ഈ പടിക്കെട്ടുകൾ എവിടെ അവസാനിക്കും? ഉണ്ണികൃഷ്ണൻ പൊന്നിയോട് ചോദിച്ചു. അങ്ങ് മുകളിൽ കന്യകാദേവിയുടെ അമ്പലത്തിൽ. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോഴുള്ളവരെ കൊണ്ട് കഴിയില്ല, അയാൾ പറഞ്ഞു. കുറേ പടിക്കെട്ടുകൾ കയറി താഴേക്ക് നോക്കിയപ്പോൾ പച്ച പട്ട് വിരിച്ച പോലെ കുന്നിൻ ചെരുവും അവിടെവിടായി ചിതറിക്കിടക്കുന്ന മുനിയറകളും കണ്ടു. താഴ്വരയിൽ ഇരുണ്ട നീല നിറത്തിൽ തേയിലത്തോട്ടം പടിഞ്ഞാറോട്ട് നീളുന്നത് കണ്ടു. അതാ അവിടെ നിൽക്ക്, ഞാൻ നിന്റെ ഒരു പടം എടുക്കാം, അയാൾ ക്യാമറയിൽ കൂടി നോക്കിക്കൊണ്ട് പറഞ്ഞു. വേണ്ട. അല്ല നിൽക്ക്, ഒരാളും കൂടി ഉണ്ടെങ്കിലേ ഫോട്ടോ പൂർണ്ണമാകൂ. ഉണ്ണികൃഷ്ണൻ ക്യാമറയുടെ വ്യൂ ഫൈൻഡിൽ കൂടി നോക്കി. അടുത്ത പൊന്നിയും അകലെ വിശാലമായ താഴ്വരയും കണ്ടു. ഒരു വെള്ള റിബൺ ആകാശത്തേക്ക് ചുഴറ്റിയെറിഞ്ഞ് താഴെ പതിച്ചതുപോലെ നദി ഒഴുകുന്നുണ്ട്. അയാൾ ക്യാമറ ക്ലിക്ക് ചെയ്തു. സാറിത് ആരെയും കാണിക്കരുത്, പൊന്നി പറഞ്ഞു. നിന്നെ തീർച്ചയായും കാണിക്കാം. മുകളിലേക്ക് പോകുന്ന കരിങ്കൽ പടികളിൽ ചവിട്ടി അയാൾ കയറി. എവിടെയാണ് അമ്പലം? കാണുന്നില്ലല്ലോ. അയാൾ തിരിഞ്ഞ് അവളെ നോക്കി. അവൾ ഒരു പേടമാൻകുട്ടിയുടെ ഊർജ്ജസ്വലതയോടെ പടിക്കെട്ടുകൾ ചവിട്ടി കയറുന്നത് അയാൾ കണ്ടു. ഈ നടകൾ അവസാനിക്കുന്ന നിരപ്പിൽ അമ്പലമുണ്ട്, അവൾ പറഞ്ഞു. മേഘങ്ങൾക്കപ്പുറത്തായിരിക്കും ആ പടവുകൾ അവസാനിക്കുന്നതെന്ന് ഉണ്ണികൃഷ്ണൻ തോന്നി. മലയുടെ ഉച്ചിയിൽ വലിയ പഞ്ഞിക്കെട്ടുകൾ പോലെ മേഘങ്ങൾ ഉരുണ്ടുകൂടിയിട്ടുണ്ട്. ഇടയ്ക്കിടെ അവ ചലിക്കുന്നു. ഇനി നീ മുന്നിൽ നടക്ക്, അയാൾ മാറി നിന്നു. സാറ് നടന്നോ, ഞാൻ പിന്നാലെ വരാം. വേണ്ട, കുന്ന് അവസാനിക്കുമോ ഇല്ലയോ എന്ന് കാണട്ടെ.
പൊന്നിയുടെ മനസ്സ് അപ്പൂപ്പൻ താടി പോലെ ആയിത്തീർന്നിരുന്നു. കുറെ മണിക്കൂറുകൾക്ക് മുമ്പ് അവളുടെ ഹൃദയം ഭാരമുള്ള ഒരു ഇരുമ്പുകട്ടയായിരുന്നു. എസ്റ്റേറ്റിൽ ആർക്കും വേണ്ടാത്തവൾ, 20 വയസ്സിന് മുമ്പേ വിധവയായവൾ, മറ്റുള്ളവരുടെ ഭാഷയിൽ 2 ഭർത്താക്കന്മാരെ കൊന്നു തിന്നവൾ. ജീവിതം വഴിമുട്ടി നിന്നപ്പോഴാണ് ഉണ്ണികൃഷ്ണനെ അവൾ കണ്ടത്. ഒരുപക്ഷെ താൻ എന്നും വിളക്ക് കൊളുത്താറുള്ള കലണ്ടർ ചിത്രത്തിൽ നിന്നും ഉണ്ണികൃഷ്ണൻ ഇറങ്ങി വന്നതാണോ? അയാളുടെ കൂടെ പടിക്കെട്ടുകൾ കയറിയപ്പോൾ അവളുടെ ഭാരമെല്ലാം കുറഞ്ഞു. ഒരു പൂമ്പാറ്റയെപ്പോലെ ആകാശത്തിൽ പറക്കുന്നതായി അവൾക്ക് തോന്നി. ഉണ്ണികൃഷ്ണൻ മുകളിലേക്ക് നോക്കിയപ്പോൾ അവൾ കുറെ പടിക്കെട്ടുകൾ കയറി കഴിഞ്ഞിരിക്കുന്നു. അവൾക്കപ്പുറം മേഘങ്ങൾ കുന്നിൻ ചെരിവിൽ തെന്നി മാറുന്നു. ആ മേഘങ്ങൾക്കുള്ളിലേക്ക് അവൾ കടക്കുവാൻ പോവുകയാണെന്ന് തോന്നും ആ നിൽപ്പ് കണ്ടാൽ. ഉണ്ണികൃഷ്ണൻ ക്യാമറ എടുത്തു. ലെൻസിൽ കൂടി നോക്കിയപ്പോൾ ആകാശത്ത് നിന്നും ഇറങ്ങി വന്ന ഒരു ദേവതയെപ്പോലെ അവൾ നിൽക്കുന്നു. ക്യാമറ അയാൾ വീണ്ടും ക്ലിക്ക് ചെയ്തു. അവൾ നിന്നിരുന്ന നിരപ്പിലെത്തിയപ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആൽവൃക്ഷം നിൽക്കുന്നത് കണ്ടു. അതിന് തൊട്ടപ്പുറത്ത് ക്ഷേത്രവും. അവൾ അയാളെയും കൂട്ടി ക്ഷേത്രത്തിനടുത്തേക്ക് നടന്നു. ക്ഷേത്രത്തിന്റെ ഒരു വശം ഇടിഞ്ഞു പോയിരിക്കുന്നു. ശേഷിച്ച ഭാഗം 6 കൽത്തൂണുകളിൽ താങ്ങി നിർത്തിയിരിക്കുകയാണ്. ഓരോ കൽത്തൂണുകളിലും കൽവിളക്കേന്തി നിൽക്കുന്ന സാലഭഞ്ചികകൾ. പക്ഷേ അവയിൽ ഒരു തൂണിൽ മാത്രം സ്ത്രീ പ്രതിമയില്ലായിരുന്നു. എന്താ അവിടെ പ്രതിമയില്ലാത്തത്? ഉണ്ണികൃഷ്ണൻ പൊന്നിയോട് ചോദിച്ചു. ഞാൻ നിന്നാ മതിയോ? നിൽക്കൂ, കാണട്ടെ. അവൾ പോയി നിന്നു. അതേ രൂപത്തിൽ കൈകൾ വിളക്ക് പോലെ കൂമ്പി. അയാൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ ഒരു തിളക്കം. എത്ര സുന്ദരിയാണ് പൊന്നി! ഉണ്ണികൃഷ്ണൻ അവളെ നോക്കി പറഞ്ഞു. ആണോ? എന്താ അങ്ങനെ തോന്നാൻ കാരണം? കൽത്തൂണിനോട് പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് അവൾ ചോദിച്ചു. ഈ കാണുന്ന ശില്പങ്ങളും നീയും ഒരുപോലെ ഇരിക്കുന്നു. നീ മാറി നിൽക്കുമ്പോൾ അവയിൽ നിന്ന് ഒന്ന് അടർത്തിയെടുത്തതുപോലെ തോന്നും. എന്നെ കളിയാക്കുകയാണ് അല്ലേ? എന്തിന്? എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. നിന്റെ കണ്ണുകൾക്ക് പോലും ഒരു പ്രത്യേക തിളക്കമുണ്ട്. ഒക്കെ തോന്നലാണ്, അവൾ തൂണിന്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു. കേട്ടോ പൊന്നി, നീയും ഈ ക്ഷേത്രവും ഈ പരിസരവും കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. അയാൾ ആ പരിസരം ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ശരിയായിരുന്നു. പഴക്കമുള്ള ആ വൃക്ഷവും ശില്പകല കൊണ്ട് മോഹനമാക്കിയ ആ ക്ഷേത്രവും ശിലകളും അവളും തമ്മിൽ പരസ്പര ബന്ധമുള്ളതുപോലെയായിരുന്നു. സാലഭഞ്ചികളുടെ രൂപവും പൊന്നിയും ഒരുപോലെയാണ്. ഉയരവും ഘടനയും ഒരുപോലെ തന്നെ. ഈ അമ്പലത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാം? എനിക്ക് ഒരുപാട് അറിയാം. എങ്ങനെ? എൻ്റെ അമ്മ പറഞ്ഞു കേട്ടത് മുതൽ. നിന്റെ അമ്മ ആരായിരുന്നു? എൻ്റെ അമ്മയെക്കുറിച്ച് ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. രാമയ്യൻ നിന്റെ അച്ഛനാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. സത്യാവസ്ഥ അയാൾക്ക് അറിയാമെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. രാമയ്യൻ ഒരിക്കലും എൻ്റെ അച്ഛനല്ലായിരുന്നു, അവൾ തറപ്പിച്ചു പറഞ്ഞു. നിനക്ക് അതറിയാമായിരുന്നോ? ഞാനത് ഊഹിച്ച് മനസ്സിലാക്കി. പിന്നെ കണ്ണമ്മാളിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അയാൾ എൻ്റെ അച്ഛനായിരുന്നെങ്കിൽ പിന്നെ ആ കാലമാടന്മാരുടെ മുമ്പിലേക്ക് എന്നെ എറിഞ്ഞു കൊടുക്കുമായിരുന്നു. നിന്റെ അമ്മയെക്കുറിച്ച് കണ്ണമ്മാളിനോട് എന്തു പറഞ്ഞു? എൻ്റെ അമ്മ ഈ ക്ഷേത്രത്തിൽ എന്നും തൊഴാൻ വരുമായിരുന്നു. ഈ ക്ഷേത്രവും ചുറ്റുപാടുള്ള സ്ഥലവും അമ്മയുടെ കുടുംബവകയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാര് പറഞ്ഞു? കണ്ണമ്മാളുടെ അമ്മാവൻ ഒരിക്കൽ ഇവിടെ വന്നിരുന്നു. അന്ന് അയാൾക്ക് 98 വയസ്സുണ്ടായിരുന്നു. ഒരു പടുവൃദ്ധൻ. അയാളാണ് ആ കഥ പറഞ്ഞത്. എവിടെയോ മറിഞ്ഞു കിടന്നിരുന്ന ഒരു പഴയ ഏട് കണ്ടെത്തിയ ശുഷ്കാന്തിയോടെ ഉണ്ണികൃഷ്ണൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അടർന്നു കിടന്നിരുന്ന ഒരു കരിങ്കൽ തൂണിൽ അയാൾ ഇരുന്നു. ബാക്കി പറയൂ. അയാൾ പറഞ്ഞത് ഈ ക്ഷേത്രത്തിനടുത്ത് ഒരു പഴയ കൊട്ടാരമുണ്ടെന്നാണ്. അവിടെയാണ് എൻ്റെ അമ്മ ജീവിച്ചിരുന്നത്. ആ തലമുറയിലെ അവസാനത്തെ കണ്ണിയായിരുന്നു എൻ്റെ അമ്മ. ഈ ക്ഷേത്രത്തിൽ വെച്ച് എൻ്റെ അമ്മയെ ആ എസ്റ്റേറ്റിലുള്ള ആരോ കണ്ടുമുട്ടി. അവർ തമ്മിൽ ഇഷ്ടവുമായി. ആരായിരുന്നുവെന്ന് നിനക്കറിയാമോ? ഇല്ല. എന്നിട്ട്? ആ മനുഷ്യനുമായി അമ്മ സ്നേഹത്തിലായി. ഞാനുണ്ടായതിനു ശേഷം അമ്മയെ ആരോ കൊന്നുകളഞ്ഞു. എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ആരാണെന്ന് അറിഞ്ഞുകൂടെ? ഒരു കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എസ്റ്റേറ്റിലെ കൊച്ചമ്മയുമായി ബന്ധമുള്ള ഒരാളാണ്. അതാണല്ലോ കൊച്ചമ്മയ്ക്ക് എന്നോട് ഭയങ്കര ദേഷ്യം. പടിഞ്ഞാറ് നിന്നും കാറ്റടിച്ചുകൊണ്ടിരുന്നു. ആലിലകൾ പരസ്പരം ശബ്ദിക്കുന്നത് കേൾക്കാമായിരുന്നു. തളിരിലുകൾ നാമ്പെടുക്കുന്ന കാലമായിരുന്നതുകൊണ്ട് സന്ധ്യാസൂര്യന്റെ പ്രകാശത്തിൽ ചുവന്ന തീനാമ്പുകൾ പോലെ അവ തിളങ്ങുന്നുണ്ടായിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ? ഉണ്ണികൃഷ്ണൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താണ്? ചോദിച്ചോളൂ. നിന്റെ കഥ ഒരു യക്ഷിക്കഥ പോലെ അവിശ്വസനീയമാണല്ലോ. ഇതുമാത്രമോ? ഇനിയും ഞാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതും അങ്ങനെ തോന്നുമായിരിക്കും. ഞാൻ പറയാൻ പോകുന്നത്, നിന്നെ 2 പേർ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞില്ലേ?
അവരുമായി എന്തെങ്കിലും നിനക്കുണ്ടായിട്ടുണ്ടോ? നല്ല നേരായി. എനിക്കിഷ്ടമില്ലാത്ത ഒരാൾ എൻ്റെ ദേഹത്ത് തൊട്ടാൽ ആ കൈ പൊള്ളും. എൻ്റെ അമ്മയുടെ മകളാണ് ഞാൻ. എൻ്റെ അമ്മ ഈ ക്ഷേത്രത്തിലെ പൂജാരിണി കൂടിയായിരുന്നു. ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ജഗദമ്മ അമ്മായിയുടെ ഭർത്താവ് രാഘവൻ തന്നെയാണ് പൊന്നിയുടെ അച്ഛൻ. രാഘവൻ തമ്പി എവിടെയാണെന്ന് അമ്മായി പറയുന്നില്ല. അമ്മായിയും അയാളും തമ്മിൽ ഇഷ്ടമില്ലെന്ന് ഉണ്ണികൃഷ്ണൻ അറിയാമായിരുന്നു. അന്ന് സാറെന്നെ കടുവാക്കുട്ടനിൽ നിന്ന് രക്ഷിച്ചില്ലേ? സത്യത്തിൽ എനിക്ക് അയാളെ എതിർക്കാൻ അറിയാഞ്ഞല്ല. പരസ്യമായി ഞാൻ അയാളെ തോൽപ്പിക്കുകയാണെങ്കിൽ ആളുകൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? എന്ത്? നീ എന്താണ് പറയുന്നത്? നിനക്ക് കടുവാക്കുട്ടനെ എതിർത്ത് തോൽപ്പിക്കാമെന്നോ? സ്വന്തം നിലനിൽപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊക്കെ സാധിച്ചെന്ന് വരും. അപ്പോൾ ഞാൻ മറ്റൊരാളായി തീരും. ഉണ്ണികൃഷ്ണൻ അവളെ നോക്കി. എന്താണ് ഇവൾ പറയുന്നത്? അയാൾക്ക് പിടികിട്ടിയില്ല. ഈ ക്ഷേത്രത്തിൽ ഉഗ്രശക്തിയുള്ള ദേവിയാണുള്ളത്. നീ പരമശിവനെ കാത്തിരുന്ന പാർവതി ദേവിയെക്കുറിച്ചാണോ പറയുന്നത്? അത് കന്യകാദേവി. മറ്റൊരു ശക്തി ഇവിടെയുള്ളത് ദുർഗയാണ്. വരൂ, ഞാൻ കാണിച്ചു തരാം. ഉണ്ണികൃഷ്ണനെയും കൂട്ടിക്കൊണ്ട് അവൾ ക്ഷേത്രത്തിന്റെ പിന്നിലേക്ക് നടന്നു. അപ്പോഴാണ് മനസ്സിലായത് ക്ഷേത്രത്തിന്റെ മുൻവശവും പിൻവശവും ഒരുപോലെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പുറത്തുമുണ്ട് സാലഭഞ്ജികകൾ താങ്ങി നിർത്തുന്ന തൂണ്. രണ്ട് മുഖമാണ് ഇതിനുള്ളത്. ഒന്ന് ശക്തി കത്തിൽ നിൽക്കുന്ന ദുർഗയുടെ മുഖം. അതിൻ്റെ ദർശനം വടക്കോട്ടാണ്. അപ്പുറത്ത് തെക്കോട്ട് ദർശനമുള്ള കന്യകാദേവി. ഒന്ന് പരമേശ്വരന്റെ കാമുകി, ദേവന്റെ തൃക്കണ്ണിൽ ജനിച്ച ഭദ്ര. പൊന്നി, നീ എന്തൊക്കെയാ പറയുന്നത്? ഇത്രമാത്രം അറിവ് നിനക്കുണ്ടോ? നിന്റെ ഭാഷ പോലും വളരെ വിവരമുള്ള ആളിൻ്റേതുപോലെയുണ്ടല്ലോ. ഉണ്ണികൃഷ്ണ അത്ഭുതം തോന്നി. എത്ര അറിവോടെയാണ് അവൾ സംസാരിക്കുന്നത്. എസ്റ്റേറ്റിൽ ജനിച്ചു വളർന്ന ഒരു സാധാരണ പണിക്കാരി പെണ്ണാണെന്ന് താൻ ധരിച്ചിരുന്ന പൊന്നി എത്രമാത്രം വിവരമായിട്ടാണ് സംസാരിക്കുന്നത്. അവൾക്ക് എങ്ങനെ ഈ അറിവൊക്കെ കിട്ടി? സാറിനറിയാമോ, എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. എൻ്റെ അമ്മയെ കൊന്നത് ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അതുപോലെ എൻ്റെ അച്ഛൻ എവിടെയാണ് കഴിഞ്ഞുകൂടണമെന്നും എനിക്കറിയണം. അവരോടൊക്കെ ഞാൻ പ്രതികാരം ചെയ്യും. എങ്ങനെ സാധിക്കുമെന്നാണ് നീ പറയുന്നത്? 20 വയസ്സ് പോലും തികയാത്ത നിന്നെക്കൊണ്ട് ഇതൊക്കെ എങ്ങനെ സാധിക്കും? അവർ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോൾ മലയുടെ വടക്കേ ചരിവിൽ നിന്നും ഒരു രൂപം കയറി വരുന്നത് കണ്ടു. കുത്തുകയറ്റത്തിൽ മലയിൽ കൂടി കയറി വന്ന ആ മനുഷ്യരൂപം ഒരു പല്ലിയെ പോലെ ചുവരിൽ പിടിച്ച് കയറുകയാണെന്ന് തോന്നുമായിരുന്നു. ആരോ വരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ അങ്ങോട്ട് നോക്കി പറഞ്ഞു. മലവേടന്മാരുടെ രാജാവാണ്, പൊന്നി പറഞ്ഞു. ആ രൂപം മുകളിലെത്തി അവരുടെ നേർക്ക് നടന്നു വന്നു. ആരു കണ്ടാലും ഭയന്നു പോകുന്ന ഒരു മനുഷ്യരൂപമായിരുന്നു അത്. തലമുടി നാരുകൾ കൂട്ടിപ്പിണഞ്ഞ് രൂപമെടുത്തിരിക്കുന്ന ജടകൾ പാമ്പുകളെ പോലെ ഞാന്നു കിടന്നിരുന്നു. താടിയും മീശയും അതുപോലെ തന്നെ. കഴുത്തിൽ കല്ലുമാല, കയ്യിൽ ഒരു സർപ്പത്തെ നിവർത്തി പിടിച്ചതുപോലെയുള്ള ഒരു വടി. അതിൻ്റെ പത്തി എന്ന് തോന്നുന്ന ഭാഗത്താണ് കൈ പിടിച്ചിരിക്കുന്നത്. കണ്ണുകളിൽ ഭീതിപ്പെടുത്തുന്ന ഒരു നോട്ടം തങ്ങി നിൽക്കുന്നു. ആരിത്? പൊന്നിയാണോ? അയാൾ ചോദിച്ചു. അയാളുടെ പുരികം പോലും നരച്ചിരിക്കുന്നു. അതെ, ഞാനാ, ഉണ്ണികൃഷ്ണൻ സാർ, എസ്റ്റേറ്റ് മാനേജറാ. നിനക്കും ഈ ദ്രോഹികളെയാണോ കിട്ടിയത്? ആ വൃദ്ധന്റെ സംസാരം കേട്ട് ഉണ്ണികൃഷ്ണൻ ഞെട്ടി. അയാളുടെ കൈ അറിയാതെ തരിച്ചു. എങ്കിലും ദേഷ്യമടക്കി ഉണ്ണികൃഷ്ണൻ നിന്നു. അങ്ങനെയല്ല, ഈ സാറ് നല്ലവനാണ്. അങ്ങനെയൊക്കെയാണ് ഇതിനു മുമ്പും പലരും പറഞ്ഞിരുന്നത്. അങ്ങനെയല്ല, പൊന്നി പറഞ്ഞു. നിനക്ക് തോന്നുകയാണ്. ആ ദുഷ്ടന്മാരുടെ ഇടയിൽ കുട്ടി ജനിച്ചതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത്. അന്ന് അമ്മയെ ഞാൻ ഉപദേശിച്ചിരുന്നു. തമ്പുരാട്ടി ഒരിക്കലും അയാളെ വിശ്വസിക്കരുതെന്ന്. കേട്ടില്ല. അതിന്റെ ഫലം അനുഭവിച്ചു. ഇപ്പം തമ്പുരാട്ടിയുമില്ല, ആരുമില്ല. ഇവിടുത്തെ ശക്തികൾക്ക് പൂവയ്ക്കുവാൻ ആരുമില്ല. ഒക്കെ എനിക്കറിയാം, അവൾ പറഞ്ഞു. എങ്കിൽ പിന്നെ എന്തിനാ അമാന്തിക്കുന്നു? ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഇവിടെ തപസ്സിരുന്നൂടെ? ഞാനിരിക്കാം. എങ്കിൽ അത് കഴിഞ്ഞ് മതി എല്ലാം. ദേവിയാണ് എന്നെ രക്ഷിച്ചതെന്ന് എനിക്കറിയാം. എല്ലാവരും ധരിച്ചിരിക്കുന്നത് എനിക്കുള്ള ശാപം കൊണ്ടാണെന്നാണ്. അല്ല, അതൊക്കെ ദേവിയുടെ കളിയാണെന്ന് വിചാരിച്ചാൽ മതി. ഇനി വൈകരുത്. നീ വരുമ്പോ ഞാനിവിടെ കാണും. അവർ തമ്മിൽ സംസാരിച്ചത് എന്താണെന്ന് ഉണ്ണികൃഷ്ണൻ മനസ്സിലായില്ല. എന്തൊക്കെയാണ് അയാൾ പറഞ്ഞത്? അയാൾ പൊന്നിയോട് ചോദിച്ചു. അതൊന്നും സാറിന് മനസ്സിലാവില്ല. അല്പം മുമ്പ് സാറിനോട് ചോദിച്ചില്ലേ എന്നെ രണ്ടുപേർ വിവാഹം കഴിച്ചില്ലേ എന്ന്? എന്നിട്ടും ഞാൻ ഇപ്പോഴും കന്യകയാണെന്ന കാര്യത്തിൽ സാറിന് സംശയമുണ്ടോ? ഉണ്ണികൃഷ്ണൻ അവളെ ഉറ്റുനോക്കി നിന്നു. മലവേടന്മാരുടെ രാജാവ് മലയിറങ്ങി അകന്നുപോയി കൺദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു. സംശയമുണ്ടെങ്കിൽ എന്നെ തൊട്ടു നോക്കൂ. അവൾ കൈ നീട്ടി. ഉണ്ണികൃഷ്ണൻ അവളെ കയ്യിൽ തൊട്ടു. പെട്ടെന്ന് ഒരു നടുക്കത്തോടെ അയാൾ കൈ പിൻവലിച്ചു.
എന്താണ് നിന്റെ കൈ പൊള്ളുന്നത്? ഉണ്ണികൃഷ്ണൻ പൊന്നിയോട് ചോദിച്ചു. ഒന്നുമില്ല, അങ്ങനെ തോന്നിയതായിരിക്കും. ഒന്നുകൂടി തൊട്ട് നോക്ക്. അവൾ അയാളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. ഉണ്ണികൃഷ്ണൻ അവളുടെ ചുമലിൽ കൈവച്ചു. അവളുടെ മീനിക്ക് പട്ടിന്റെ മൃദുത്വം. ഉണ്ണികൃഷ്ണൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. തെളിഞ്ഞ ജലത്തിലെ രണ്ട് പരൽ മത്സ്യങ്ങൾ പോലെ അവളുടെ കണ്ണുകൾ തിളങ്ങുന്നു. ശിലയിൽ കൊത്തിയെടുത്ത ഒരു ദേവ നർത്തകിയുടെ ശില്പം പോലെ അവളുടെ മൂക്കും ചുണ്ടുകളും അഗ്രം വളഞ്ഞ താടിയും കുമാരസംഭവത്തിലെ തപസ് അനുഷ്ഠിക്കുന്ന പാർവതിയുടെ മാറിടത്തിന് സമാനമായ അവളുടെ അഴകും അയാളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള മോഹത്തെ ത്രസിപ്പിച്ചു. അറിയാതെ അവൾ അയാളിലേക്ക് അടുക്കുകയായിരുന്നു. അവളുടെ ശരീരത്തിന് ഇലഞ്ഞിപ്പൂക്കളുടെ മണമായിരുന്നു. ശ്രീകൃഷ്ണൻ ഒളിഞ്ഞിരിക്കുന്ന ആലിലകൾ മർമ്മരം പൊഴിച്ചു. കാറ്റ് നിന്നിട്ടും ആലിലകൾ ചലിച്ചുകൊണ്ടിരുന്നു. കാറ്റില്ലെങ്കിലും ആലിലകൾ ചലിക്കുമെന്നുള്ള സത്യം ഉണ്ണികൃഷ്ണൻ അവിടെ കണ്ടു. നീ എത്രയോ സുന്ദരിയാണ്. ഉണ്ണികൃഷ്ണൻ പെറുപെറുത്തു. ആണോ? അവൾ ചോദിച്ചു. അയാളുടെ കൈകൾ അവളെ ആലിംഗനം ചെയ്യാൻ ഒരുമ്പിട്ടു. പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്ന പോലെ അവൾ പിടഞ്ഞു പിന്നോട്ട് മാറി. വേണ്ട, ഞാൻ അറിയാതെ അടുത്തു പോയതാണ്. നമുക്ക് പോകാം, അവൾ പറഞ്ഞു. കരികിൽ പാളികൾ അടർത്തിയിട്ടതുപോലുള്ള പടിക്കെട്ടുകൾ ഇറങ്ങുമ്പോൾ ഉണ്ണികൃഷ്ണൻ അവളെക്കുറിച്ച് മാത്രം ചിന്തിച്ചു. ഏതോ ഒരു മഹാരഹസ്യം അവളിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് അയാൾക്ക് തോന്നി. എന്തൊക്കെയോ അവൾ ഒളിക്കാനും അഭിനയിക്കാനും ശ്രമിക്കുന്നു. താൻ അവളെക്കുറിച്ച് അറിഞ്ഞതും കേട്ടതുമൊക്കെ കളവാണെന്ന് അയാൾക്ക് തോന്നി. മുനിയറകൾ നിരന്നു കിടന്നിരുന്ന നിരപ്പും കഴിഞ്ഞ് എസ്റ്റേറ്റിന്റെ നിരപ്പിലെത്തിയപ്പോൾ തേയിലച്ചെടികൾക്കുമേൽ സന്ധ്യ തന്റെ പുതപ്പെറിഞ്ഞിരുന്നു. അവർ എസ്റ്റേറ്റിലെത്തിയപ്പോൾ ഇരുട്ടിയിരുന്നു. ഉണ്ണികൃഷ്ണൻ അവളെ കണ്ണമ്മാളുടെ അടുത്തുകൊണ്ട് ചെന്നാക്കി. അതിനുശേഷം മടങ്ങിപ്പോന്നു. അന്ന് രാത്രി ഉറങ്ങിയപ്പോൾ അയാൾ ആ ക്ഷേത്രത്തെ സ്വപ്നം കണ്ടു. അതിനെക്കുറിച്ചുള്ള ദുരൂഹമായ ഏതോ ഒരു കഥ അയാളുടെ സ്വപ്നത്തിൽ തെളിഞ്ഞു. നേരം വെളുത്തപ്പോൾ അത് മറന്നുപോയി. പക്ഷേ ഒന്നു മാത്രം അയാളുടെ മനസ്സിൽ തങ്ങി നിന്നു. ആ മലവേടന്റെ രൂപം. താടിയും ജടയും വളർത്തി ഒരു മാന്ത്രികനെന്ന് തോന്നുന്ന ആ മനുഷ്യന്റെ തീക്ഷ്ണമായ കണ്ണുകൾ ഉണ്ണികൃഷ്ണന്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നു. രാവിലെ പൊന്നി വന്നു. അയാളോട് ചോദിക്കാതെ തന്നെ അവൾ അടുക്കളയിൽ കയറി ചായ തയ്യാറാക്കി. എസ്റ്റേറ്റിലെ ചായക്കടയിൽ നിന്നും അവൾ കൊണ്ടുവന്ന ചൂട് നഷ്ടപ്പെട്ട ദോശയും ചമ്മന്തിയും മേശപ്പുറത്ത് വെച്ച ശേഷം അയാളെ വിളിച്ചു. അയാൾ കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അകലെ ഒരു വാഹനത്തിന്റെ ശബ്ദം കേട്ടു. കൊച്ചമ്മ വരുന്നു. ഞാനും കൊച്ചമ്മയും ചേരില്ല, ഞാൻ പോണു. അവൾ പെട്ടെന്ന് പുറത്തേക്കിറങ്ങി അപ്രത്യക്ഷയായി. പൊന്നി പറഞ്ഞതുപോലെ അത് ജഗദമ്മമായി തന്നെയായിരുന്നു. അവർ ചായയും പലഹാരങ്ങളുമായിട്ടാണ് വന്നത്. നീ എന്താ കാപ്പി വാങ്ങിക്കഴിക്കുകയായിരുന്നോ, അതോ ഇവിടെ ഉണ്ടാക്കിയതാണോ? അമ്മായി പരിഭവത്തിൽ ചോദിച്ചു. എവിടെ നിന്നാണെങ്കിലും കഴിച്ചാൽ മതിയല്ലോ. ആ കുരുത്തം കെട്ട പെണ്ണ് എവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടല്ലോ, അമ്മായി പൊന്നിയെക്കുറിച്ച് പറഞ്ഞു. അമ്മായിക്ക് എങ്ങനെ മനസ്സിലായി അവൾ കുരുത്തം കെട്ടതാണെന്ന്? അമ്മായി അങ്ങും ഇങ്ങും നോക്കിയ ശേഷം പറഞ്ഞു. നിനക്ക് ആ പെണ്ണിനെ അറിഞ്ഞുകൂടായിട്ടാണ്. അവളൊരു കൂടോത്രക്കാരിയാണ്. അല്ലെങ്കിൽ പിന്നെ 2 ഭർത്താക്കന്മാരെയും തന്തയും കൊല്ലാൻ പറ്റുമോ? അവളെ ശകുനം കാണാൻ കൂടി പറ്റില്ല. ഭർത്താക്കന്മാർ തനിയെ മരിച്ചതല്ലേ, അവൾക്ക് ഒന്നതൊന്നുമല്ലല്ലോ. നീ ഇന്നലെ അവളുമായി അമ്പലത്തിൽ പോയോ? അമ്മായി ചോദിച്ചു. പോയി. എന്തിനാ പോയത്? അത് കൊള്ളാം, എനിക്ക് അവിടെ നമുക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ട്. എന്തിനാ അവളുടെ കൂടെ പോയത്? ആ അമ്പലത്തെക്കുറിച്ച് അവളാണ് എന്നോട് ആദ്യം പറഞ്ഞത്, അതുകൊണ്ട്. മലവേടന്മാരുടെ ദൈവങ്ങളാണ് അവിടെയുള്ളത്. എല്ലാ പിശാചുകളും പ്രേതങ്ങളുമാണ്. ഇതൊക്കെ അമ്മായി എങ്ങനെ അറിഞ്ഞു? പകൽ പോലും മനുഷ്യർ അവിടെ പോകാൻ ഭയപ്പെടും. ശവക്കല്ലറുകൾ നിരന്നു കിടക്കുന്ന ഒരു സ്ഥലത്തു കൂടിയാണ് അങ്ങോട്ടുള്ള വഴി. ആ പൊന്നിയെ രാത്രികാലങ്ങളിൽ അവിടെ വെച്ച് കണ്ടിട്ടുള്ളവരുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൾക്ക് നല്ല ധൈര്യമുണ്ടല്ലോ. ധൈര്യമൊന്നുമല്ല അത്, ചെകുത്താന്റെ സേവയുള്ളവർക്ക് ഏത് പാതിരാത്രിയിലും നടക്കാം. അമ്മായി പറയുന്നതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്. അമ്മായിക്ക് അവളെ വെറുപ്പാണ്, അതേസമയം പേടിയുമാണ്. ഈ എസ്റ്റേറ്റിൽ നിന്ന് അവളൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു. ഈ കൊച്ചു പെണ്ണിനെ ഓടിക്കാൻ എത്ര വിഷമമാണോ? ഒരു കൊച്ചു പെണ്ണിനെ ഓടിക്കാം, പക്ഷെ ഒരു പിശാചിനെ എങ്ങനെ ഓടിക്കും? എന്തോ എനിക്കറിഞ്ഞുകൂടാ. അമ്മായി കുറെ കഴിഞ്ഞ് അവിടെ നിന്ന് പോയി. ഉണ്ണികൃഷ്ണൻ എസ്റ്റേറ്റ് ചുറ്റി കറങ്ങി വന്നപ്പോൾ പൊന്നി അടുക്കളയിൽ ഉണ്ടായിരുന്നു. അവൾ പാചകത്തിന്റെ തിരക്കിലായിരുന്നു. നീ എങ്ങനെ ഇതിനകത്ത് കിടന്നു? ഞാൻ പൂട്ടിയാണല്ലോ പോയത്. എനിക്കറിഞ്ഞുകൂടാ, ഞാൻ താഴെ പിടിച്ചപ്പോൾ അത് തുറന്നു പോന്നു. അമ്മായി കാണാത്തത് ഭാഗ്യം. എനിക്ക് അങ്ങനെ ആരെയും പേടിയൊന്നുമില്ല. പിന്നെ ഒരു പെണ്ണായതുകൊണ്ട് പേടിക്കുന്നതാണ്. പൊന്നി വെച്ച ആഹാരം അയാൾ കഴിച്ചു. കറികൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ അവൾ മോശമല്ലായിരുന്നു. ഊണ് കഴിഞ്ഞ് ഒന്ന് വിശ്രമിച്ച ശേഷം ഉണ്ണികൃഷ്ണൻ അവിടെ നിന്നിറങ്ങി. അയാൾ നേരെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുന്നിന്റെ അടിവാരത്തിലെത്തി.
അവിടെ നിന്ന് മുകളിലേക്ക് സാവധാനം കയറി. തലേന്ന് കണ്ട സ്വപ്നത്തിൽ മനസ്സിൽ നിന്നും മായാതെ നിന്ന മലവേടനെ കാണുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. നിഗൂഢമായ പലതും അയാളുടെ മനസ്സിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഉണ്ണികൃഷ്ണന് സംശയം തോന്നിയിരുന്നു. മുനിയറകളുടെ നിരപ്പ് കഴിഞ്ഞ് കരിങ്കൽ പടവുകൾ ചവിട്ടി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറുള്ള ആൽവൃക്ഷത്തിന്റെ നിഴലിൽ കാൽ ചവിട്ടിയപ്പോൾ ആൽച്ചുവട്ടിൽ ഒരു പ്രതിമ പോലെ മലവേടൻ ഇരിക്കുന്നത് കണ്ടു. ഉണ്ണികൃഷ്ണൻ അയാളുടെ അടുത്ത് ചെന്നു. അയാളെ കണ്ടപ്പോൾ മലവേടൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വേണ്ട, ഇരുന്നോളൂ, ഞാൻ ഈ വേരിലിരിക്കാം. വളഞ്ഞു പൊന്തി ഒരു പാറ പോലെ കാണപ്പെട്ട വേരിന്റെ മുകളിൽ ഉണ്ണികൃഷ്ണൻ ഇരുന്നു. ഇന്നലെയും വന്നല്ലോ, എന്താ എന്നും പ്രത്യേകിച്ച്? മലവേടൻ ചോദിച്ചു. ഞാൻ അങ്ങയെ കാണാൻ വന്നതാണ്. എന്തിന്? എനിക്ക് ചില സംശയങ്ങളുണ്ട്, അത് തീർക്കണം. എന്താ, ചോദിച്ചോളൂ. പൊന്നി ചിലതൊക്കെ എന്നോട് പറഞ്ഞു, ഈ ക്ഷേത്രത്തെക്കുറിച്ചും അവളെക്കുറിച്ചും. അവൾ കേട്ടിട്ടുള്ളതല്ലേ അവൾക്കറിയൂ, അതിനപ്പുറവും ചിലപ്പോൾ കണ്ടെന്നിരിക്കും. അതൊക്കെയാണ് എനിക്ക് അറിയേണ്ടത്. കുട്ടി അറിഞ്ഞത് പറയൂ, ബാക്കി ഞാൻ പറയാം. മലവേടൻ മടിയിൽ നിന്നും ഒരു ചെപ്പെടുത്ത് അതിനുള്ളിൽ നിന്നും എന്തോ ഒന്ന് വായിലിട്ട് ചവച്ച് നീരിറക്കി. നോവലിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നാളെ കാണാം. നന്ദി.